മടങ്ങി വരുമ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കൂട്ടിയ ട്രംപിന്റെ നടപടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടിച്ച ചൈന. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന 15% തീരുവ പ്രഖ്യാപിച്ചു. 10 അമേരിക്കൻ സ്ഥാപനങ്ങളെ ചൈന വിശ്വസനീയമല്ലാത്ത കമ്പനികളുടെ പട്ടികയിലും പെടുത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ച ഉയർന്ന ഇറക്കുമതി തീരുവ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ചൈനയുടെ ഈ നടപടി. ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ ചൈന മറുപടി നൽകുന്നു. അങ്ങനെയെങ്കിൽ മറ്റൊരു ശീതസമര സാഹചര്യം ആ തരത്തിലേക്ക് പോവുകയാണോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം? സജിത്തെ, തീരുവയ്ക്കപ്പുറം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ലോകത്തെ ആകെ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 26% കൈകാര്യം ചെയ്ത രാജ്യമാണ് അമേരിക്ക. 16% കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ് ചൈന. എന്നാൽ ലോകത്തെ ആകെ സമ്പത്തിന്റെ പകുതിയോളം വരുന്ന സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ഇറക്കുമതി തീരുവയിൽ ഈ യുദ്ധം വരുന്നത്. സ്വാഭാവികമായും ലോകത്തിന്റെ ആകെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള നീക്കമാണ്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോഴും ഇത്തരത്തിലേക്കുള്ള തർക്കത്തിൽ ചൈനയുമായി പോയിരുന്നു. ഇത്തവണ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 10% നിന്ന് 20% വർദ്ധിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ മെക്സിക്കോയുടെയും കാനഡയുടെയും ഇറക്കുമതി തീരുവയും 25% ഒരു പ്രഖ്യാപനം വന്നിരുന്നു. അതിനുശേഷം പിന്നീട് കോടതിയിൽ അത് കേസാവുകയും ഒക്കെ അത് ഒരു മാസത്തേക്ക് മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അത് മാർച്ച് 4 അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. മാർച്ച് 4 പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ബീജിംഗിൽ നിന്നും ചർച്ചയെങ്കിൽ ചർച്ച, അതല്ല എത്തരമൊരു പോരിലേക്കാണ് പോകുന്നതെങ്കിൽ അത്തരമൊരു നിലയിലേക്ക് നീങ്ങാം എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം ബീജിംഗും നൽകിയിരുന്നു. പക്ഷേ ട്രംപ് തന്റെ നിലപാടുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ന് ആ ഇറക്കുമതി തീരുവ 10% ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 10% കൂടി വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കി 20% ഇറക്കുമതി തീരുവ നിലവിൽ വന്നു. പകരമായി ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇല്ലാതിരുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവയാണ് പ്രഖ്യാപിച്ചത്. ചിക്കൻ, ഗോതമ്പ്, ചോളം, പരുത്തി എന്നിവ ഉൾപ്പെടെയുള്ള കാർഷിക ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട കാർഷിക ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തന്നെയാണ് ചൈന 15% തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സോയാബീൻ, പന്നിയിറച്ചി, ബീഫ്, പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ മറ്റുൽപ്പന്നങ്ങൾക്ക് 10% തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇതിനും നേരത്തെ ചൈനയിൽ തീരുവയില്ലായിരുന്നു. മാർച്ച് 10 മുതലാണ് ഇത് നിലവിൽ വരുന്നത്. അത്തരമൊരു പോരിലേക്ക് പോകണോ അതോ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ കൂടി തുറന്നിടുക എന്നതിന്റെ ഭാഗം കൂടിയാണ് അമേരിക്ക ഇന്ന് പ്രാബല്യത്തിൽ വന്ന തീരുവയ്ക്ക് ബദലായി മാർച്ച് 10 വരെയുള്ള സമയം, കൃത്യം 6 ദിവസത്തെ സമയം അമേരിക്കയ്ക്ക് ചൈന നൽകുന്നത്. അതോടൊപ്പം തന്നെ ചൈനയുടെ വാണിജ്യ മന്ത്രാലയം 10 US സ്ഥാപനങ്ങളെ വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ 15 US സ്ഥാപനങ്ങളെ ചേർത്തുകൊണ്ട് അമേരിക്കയിൽ പ്രത്യേകിച്ച് ട്രംപിന് വ്യക്തിപരമായി കൂടി സ്വാധീനമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള സ്ഥാപനങ്ങളെ അടക്കമാണ് ഇത്തരത്തിലേക്ക് പെടുത്തിയിരിക്കുന്നത്. ട്രംപിനെ സമ്മർദ്ദത്തിലേക്ക് നീക്കുക എന്നുള്ളതിന്റെ ശ്രമഫലത്തിന്റെ ഭാഗം കൂടിയാണ് ചൈന ഇത്തരം ഒരു നീക്കത്തിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ മെക്സിക്കോയുടെ ഭാഗത്തു നിന്നും കാനഡയുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പ് വന്നിട്ടുണ്ട്. കാനഡയിൽ നിന്ന് ഒരു പ്രവിശ്യ ഗവർണർ അടക്കം ലോകക്രമത്തെ തന്നെ ട്രംപ് വെല്ലുവിളിക്കുകയാണ്. അതിനെതിരെ ലോകം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് എന്ന മറ്റുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. കാനഡയ്ക്കെതിരെ നേരത്തെയും ട്രംപ് കാനഡയെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റാക്കി മാറ്റാമെന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു. കാനഡയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ പ്രതിഷേധവും ഒക്കെ ഇത്തരത്തിൽ ഉയർന്നിരുന്നു. എന്തായാലും അത്തരം നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. തിരിച്ച് കാനഡയും 25% ഇറക്കുമതി തീരുവ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്താനുള്ള നീക്കത്തിലാണ് കാനഡ. അതും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് ചൈനയും അമേരിക്കയും തമ്മിൽ അത്തരം ഒരു വാണിജ്യ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ സ്വാഭാവികമായും ഇതര രാജ്യങ്ങളിലെ അടക്കം ചില രാജ്യങ്ങൾക്ക് അത് അപൂർവ ചില രാജ്യങ്ങൾക്ക് ഗുണകരമായും മറ്റു പല രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും ലോകത്തെ ഇപ്പോഴത്തെ നിലവിലെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു തീരുവ യുദ്ധമാണ് ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിൽ തുടക്കമായിരിക്കുന്നത്. യെസ്, കിരൺ സൂചിപ്പിച്ചതുപോലെ അതാണ് സാഹചര്യം. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്ത ശേഷം എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചൈനയ്ക്കെതിരായ നിയന്ത്രണമായെങ്കിൽ ചൈന അതിന് മറുപടി നൽകുമ്പോൾ അത് സ്വാധീനിക്കുക ലോക വ്യാപാര ക്രമത്തെ തന്നെയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. കാത്തിരിക്കാം എന്ത് നീക്കങ്ങൾ ഉണ്ടാകുമെന്ന്.